ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ തൊട്ടടുത്തൊരു അമ്പലത്തിൽ, നമ്മുടെ ചുനക്കര തിരുവയ്യൂർ മഹാദേവ ക്ഷേത്രത്തിൽ ഈ വർഷത്തെ 2ാമത്തെ തിരുവുത്സവം നടക്കുകയാണ്. അപ്പോൾ അത് നമ്മളത് അവിടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സ്വർണ്ണക്കൊടിമരം, പുതിയതായിട്ട് പണി കഴിപ്പിച്ച സ്വർണ്ണക്കൊടിമരവും കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ വരുമ്പോഴത്തേക്കിന് ഉത്സവം കഴിഞ്ഞിരിക്കും. അപ്പോൾ നമ്മൾ അമ്പലത്തിലെത്തി. അതാണ് സ്വർണ്ണക്കൊടിമരം, കണ്ടോ? നോക്കി, അമ്പലം നോക്കി, വിളക്ക് കത്തിച്ച്. ഇതാണ് ഞാൻ നോക്കി. വിഷുവിന് ഭയങ്കര പാടുപെട്ട് ഒന്ന് കണ്ടു കിട്ടാൻ വേണ്ടി ഇതാ ഇപ്പം പൂത്തിക്കുന്നു. അങ്ങനെ ഞങ്ങൾ അകത്ത് തൊഴിലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വെളിയിലിറങ്ങിയിട്ട് വന്നു. അപ്പോൾ അവിടെ വന്നപ്പോഴത്തേക്കിന് കുറേ കുട്ടികളൊക്കെ ഉരുളിച്ച വഴിപാടൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന കാണാമായിരുന്നു. അപ്പം ഞങ്ങളതൊക്കെ കണ്ടുകൊണ്ട് നിന്നപ്പോൾ പിന്നെ ഭഗവാനെയും കൊണ്ട് എന്തോ എനിക്ക് കറക്റ്റ് അറിയില്ല, ശിവേരിയാന്ന് തോന്നുന്നു. അപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വെളിയിലൊക്കെ പോയി തൊഴുതു. പിന്നെ ചുറ്റും നടന്നെല്ലാം കാണുമായിരുന്നു. തേണ്ടേ ഭഗവാനെയും കൊണ്ട് അമ്പലത്തിലെ തിരുമേനി പോകുന്ന കാണാം. കേട്ടോ, നോക്കൂ, ലൈറ്റൊക്കെ എന്ത് ഭംഗിയാണെന്ന് നോക്കി. നല്ല, ഞങ്ങൾ കുറേ സമയം നിന്ന് ലൈറ്റൊക്കെ കാണുമായിരുന്നു. പിന്നെ സോപാന സംഗീതമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു നല്ലൊരു ദിവസമായിരുന്നു അന്നത്തെ. കണ്ടോ, നോക്കൂ ഗൈസ് നിങ്ങൾ. എൻ്റെ കുഞ്ഞിലെയൊക്കെ ഞങ്ങൾ എപ്പോഴും വരുമായിരുന്നു. ഞങ്ങളുടെ ചേച്ചിമാരായിരുന്നു കൂടുതലും ആ സമയത്ത് പോകുന്നത്. അവർ സ്കൂളൊക്കെ കഴിഞ്ഞിട്ട് അവർ ശനി ഞായറൊക്കെ ആകുമ്പോഴത്തേക്കിനും എല്ലാവരും കൂടെ ഇങ്ങനെ ഉത്സവം അല്ലെങ്കിൽ അമ്പലത്തിൽ തൊഴാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ ഇറങ്ങും. അവർ നടന്നായിരുന്നു വരുന്നത്. ഇപ്പം അങ്ങനെ ആരും നടക്കാനാണ്. ഇപ്പം എല്ലാവരും സ്കൂട്ടറിലും കാറിലും ഒക്കെ അല്ലേ. അതൊക്കെ ഒരു നല്ല ഓർമ്മകളായിരുന്നു. ഞാനും നടന്നു വന്നിട്ടുണ്ട് കേട്ടോ അവരോടെ. അത് ഉത്സവ സമയത്താണ്. അപ്പോൾ അതൊക്കെയായിരുന്നു അന്നത്തെ ദിവസത്തെ കാര്യങ്ങൾ. പിന്നെ എന്താ, കുറേ ലൈറ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കച്ചവടമൊക്കെ ഉണ്ടായിരുന്നു, ഈ ടോയ്സൊക്കെ. അപ്പോൾ അതൊക്കെ കണ്ട് പിന്നെ കൂടെ വരുന്നവരെ അറിയാമല്ലോ, അതാണ്. അപ്പോൾ നാളെ അങ്ങനെ അവിടെ കയറി അതൊക്കെ കണ്ടു. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ് വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ബൈ.